ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് 10 മിനിറ്റിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ കോഴിമുട്ടയിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിന് മുകളിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റീമറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 8 മിനിറ്റും ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റും വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കോഴിമുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കോഴിമുട്ട ഇപ്പോൾ ചെറിയൊരു ഇഡ്ഡലി പോലെ തന്നെ ആയിട്ടുണ്ട്. ആ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് ഓരോ മുട്ടയും എടുത്തിട്ട് നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന അതുപോലെ തന്നെ ആദ്യം കോഴിമുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. പിന്നെ ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്യാം. ഇങ്ങനെ ബാക്കിയുള്ള മുട്ട കൂടി നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റിയും ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ കിടിലൻ എഗ്ഗ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്